3 വട്ടം, 3 വ്യത്യസ്ത പരീക്ഷകൾ, 3 തവണയും ഫലം ഫെയിൽ. ക്ലാസ് 10, ക്ലാസ് 12, കോളേജ്. അധ്യാപകർ പറഞ്ഞു ഇവൾക്കൊന്നും പറ്റില്ല. കൂട്ടുകാർ ചിരിച്ചു. സ്വന്തം വീട്ടുകാർ നിശബ്ദരായി. പക്ഷെ അവൾ ഒരു കാര്യം മനസ്സിലാക്കി: പരീക്ഷകൾ ജീവിതമല്ല, ജീവിതം ഒരു പരീക്ഷയുമല്ല. എങ്ങനെ അവൾ തിരിച്ചു വന്നു? ഇതാണ് ആ കഥ. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ, ഞാൻ പഠിച്ചു പക്ഷെ ഉത്തരങ്ങൾ തെറ്റിപ്പോയി, എനിക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റുന്നില്ല, ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു? ഈ ചോദ്യങ്ങൾ മനസ്സിൽ കുത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഫിയർ ഓഫ് വേസ്റ്റിംഗ് ടൈം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരേ ടൈം ലൈനിലാണ്: ജനനം, പഠനം, ജോലി, വിജയം. പക്ഷെ ആ ടൈം ലൈൻ തകരുമ്പോഴോ? ഈ കഥയിലെ നായികയുടെ ടൈം ലൈൻ തെറ്റിപ്പോയി 3 തവണ. പക്ഷെ അവൾ ഒരു കാര്യം മനസ്സിലാക്കി: ഫെയിൽ എന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമ മാത്രമാണ്. അവൾക്ക് വയസ്സ് 16. SSLC പരീക്ഷ. എല്ലാ രാത്രിയും 4 മണിവരെ പഠിച്ചു. പക്ഷെ ഫലം മാത്തമാറ്റിക്സ് ഫെയിൽ. അധ്യാപകൻ പറഞ്ഞു, നിനക്ക് മാത്സ് പറ്റില്ല, സയൻസ് എടുക്കരുത്. അവൾ അത് വിശ്വസിച്ചു. +1 ഹ്യൂമാനിറ്റീസ്. +2 പരീക്ഷ വീണ്ടും ഫെയിൽ. ഇത്തവണ ഇക്കണോമിക്സ്. 2ാം തവണ ഫെയിൽ. അമ്മ കരഞ്ഞു. അച്ഛൻ മിണ്ടാതിരുന്നു. അവൾ തൻ്റെ മുറിയിൽ അടച്ചിരുന്നു 3 ദിവസം. പിന്നെ 3ാം തവണ കോളേജ് എൻട്രൻസ് എക്സാം. ട്യൂഷൻ എടുത്തു. മോഡൽ എക്സാമിൽ നല്ല മാർക്ക്. പക്ഷേ യഥാർത്ഥ പരീക്ഷയിൽ ഫെയിൽ. 3 ഫെയിൽ. വയസ്സ് 20. ഡിഗ്രിയില്ല, ജോലിയില്ല, പ്ലാനില്ല. അപ്പോഴാണ് അവൾ ചോദിച്ചത്, ഞാൻ ഫെയിലായത് പരീക്ഷയിൽ മാത്രമാണോ, അതോ ഞാൻ തന്നെ ഫെയിലാണോ? അവൾ പെട്ടെന്ന് ജീനിയസ് ആയില്ല, IAS ഓഫീസർ ആയില്ല. പക്ഷെ അവൾ ഒരു സത്യം കണ്ടുപിടിച്ചു: പരീക്ഷകൾ കഴിവിനെ അളക്കുന്നില്ല, പരീക്ഷകൾ ഓർമ്മശക്തിയെ അളക്കുന്നു. അവൾക്ക് കണക്ക് പറ്റില്ലായിരുന്നു, പക്ഷെ ആളുകളെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ചരിത്രം പഠിക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷേ കഥകൾ പറയാൻ പറ്റുമായിരുന്നു. തെറ്റായ പരീക്ഷ, ശരിയായ കഴിവ്. അവൾ തൻ്റെ ഫെയിൽ ഡയറി തുറന്നു. മെമ്മറൈസേഷൻ ഫെയിൽ, തിയറി ഫെയിൽ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സ്ട്രോങ്. ഇതാണ് ടേണിംഗ് പോയിന്റ്. അവൾ അടിപടിക്കുന്നത് നിർത്തി, പകരം കൃത്യമായി ചെയ്യാൻ തുടങ്ങി. അവൾ ആദ്യം ചെയ്തത് ഒരു ചെറിയ ബേക്കറിയിൽ ജോലിക്ക് ചേരുക. പണത്തിനു വേണ്ടിയല്ല, എക്സ്പീരിയൻസിന് വേണ്ടി. 2 മാസം കൊണ്ട് ആർക്കെന്ത് ഇഷ്ടമാണ്, എപ്പോൾ വരും, എന്ത് വാങ്ങും, എല്ലാം അവൾ ശ്രദ്ധിച്ചു. ഒരു സിമ്പിൾ ലെഡ്ജർ ഉണ്ടാക്കി. ബേക്കറി ഉടമ പറഞ്ഞു, നിനക്ക് പഠിപ്പില്ലെങ്കിലും ബിസിനസ് മനസ്സുണ്ട്. അടുത്ത 1 വർഷം 3 ചെറുകിട ബിസിനസ്സുകൾക്ക് കസ്റ്റമർ മാനേജ്മെന്റ്. ഡിഗ്രിയില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷെ ഫലമുണ്ടായിരുന്നു. സെയിൽസ് 40%, 60%, 120%. നോ ഡിഗ്രി, നോ പ്രോബ്ലം. സൈക്കോളജി പറയുന്നു, നമ്മുടെ സ്കൂൾ സിസ്റ്റം ഒരു തരം ബുദ്ധിക്ക് വേണ്ടി മാത്രമാണ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. പക്ഷെ സൈക്കോളജിസ്റ്റ് ഹൗവേർഡ് ഗാർട്ട്നർ പറയുന്നു, 9 തരം ബുദ്ധിയുണ്ട്. നിങ്ങൾ ഫെയിലായത് ഒരൊറ്റ തരത്തിൽ മാത്രമായിരിക്കും, ബാക്കി 8ൽ നിങ്ങൾ വേൾഡ് ക്ലാസ് ആയേക്കാം. ഈ കഥയിലെ നായിക മാത്സ് ഫെയിലിംഗ് സ്റ്റുഡന്റ്, പക്ഷേ ഇമോഷണൽ ഇന്റലിജൻസ് ടോപ്പ്. അവൾ ഫെയിലായത് പരീക്ഷകളിൽ, പക്ഷെ വിൻ ചെയ്തത് ജീവിതത്തിൽ. ആൽബർട്ട് ഐൻസ്റ്റീൻ സ്കൂളിൽ ഫെയിൽ. വാൾട്ട് ഡിസ്നി ക്രിയേറ്റിവിറ്റി ഇല്ലെന്ന് പറഞ്ഞ് പുറത്താക്കി. ഹാരിസൺ ഫോർഡ് നിനക്ക് സ്റ്റാർ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ കഥയിലെ പെൺകുട്ടി 3 വലിയ എക്സാം ഫെയിൽസ്. ഒരു സത്യം മനസ്സിലാക്കുക: എക്സാം മാർക്സ് അല്ല, ലൈഫ് മാർക്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഫെയിൽ നിങ്ങളെ എന്തു പഠിപ്പിച്ചു? ഫെയിൽ ഒരു അധ്യാപകനാണ്, വേദനിപ്പിക്കുന്ന അധ്യാപകൻ, പക്ഷേ ഏറ്റവും സത്യസന്ധനായ അധ്യാപകൻ. ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു പ്രശസ്ത സംരംഭക, എഴുത്തുകാരി, ശാസ്ത്രജ്ഞ? അല്ല, അവളൊരു സാധാരണ മലയാളി പെൺകുട്ടിയാണ്. അവളുടെ പേര് ഫാത്തിമ. അവൾ ഇന്നും എക്സാമിൽ ഫെയിലാകുന്നു, പക്ഷേ അവൾ 3 സ്വന്തം ബിസിനസ്സുകൾ നടത്തുന്നു. 100-ലധികം ആളുകൾക്ക് ഇന്ന് അവൾ ജോലി കൊടുക്കുന്നു. ഫെയിൽഡ് എക്സാംസ്, വിന്നിംഗ് ലൈഫ്. നിങ്ങൾ ഫെയിലായത് ഒരു പരീക്ഷയിൽ മാത്രമാണ്. നിങ്ങൾ ഫെയിലായിട്ടില്ല ജീവിതത്തിൽ. കാരണം ജീവിതത്തിന് ഉത്തരസൂചികയില്ല. ഫാത്തിമ പറയും, ഫെയിൽ എന്നത് എൻ്റെ കഴിവിൻ്റെ അളവുകോലല്ല, അതെൻ്റെ ധൈര്യത്തിൻ്റെ രേഖയാണ്. നിങ്ങളുടെ മാർക്കല്ല, നിങ്ങളുടെ ധൈര്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ ഫെയിലിനെ ഫ്യൂവലാക്കൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.